ഫ്രഞ്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് മുന്നേറ്റം. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിൽ 182 സീറ്റുകളാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് നേടിയത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുന്നണിക്ക് 163 സീറ്റ് ലഭിച്ചു. തീവ്ര വലതുപക്ഷ നിലപാട് തുടരുന്ന നാഷണൽ റാലിക്ക് 143 സീറ്റ് മാത്രമാണ് നേടാനായത്. ജൂൺ 30-നാണ് ഫ്രാൻസിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നലെ രണ്ടാം ഘട്ടവും പൂർത്തിയായി. രണ്ടാം ഘട്ടം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിമറിയുകയായിരുന്നു. മുന്നിട്ട് നിന്ന നാഷണൽ റാലി മൂന്നാമതായി. 140 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാനായത്. ഇടതുപക്ഷ സഖ്യം ഒന്നാമതെത്തി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മുന്നണിക്ക് 163 സീറ്റ് ലഭിച്ചു. ഭൂരിപക്ഷം ലഭിക്കുന്നതിനുള്ള 289 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ആർക്കും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ തൂക്ക് സർക്കാരിൻ്റെ സാധ്യതയാണ് തെളിയുന്നത്. 2027-ൽ കാലാവധി കഴിയാതെ രാജിയില്ലെന്ന് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി കഴിഞ്ഞു. സോഷ്യലിസ്റ്റുകൾക്കും പരിസ്ഥിതിവാദികൾക്കും ഏറെ സ്വാധീനമുള്ള പാർലമെന്റായി മാറുന്നത് ഫ്രഞ്ച് ചരിത്രത്തിൽ നിർണായകമാകും. മികച്ച ബന്ധം നിലനിർത്തുന്ന രാജ്യമായതുകൊണ്ട് തന്നെ പുതിയ സംവിധാനങ്ങൾ എത്ര കണ്ട് ഭാരതത്തിന് പ്രയോജനപ്പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.